ഹലോ കൂട്ടുകാരെ, നമുക്കിന്നിവിടെ കുക്കുമ്പർ കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കട്ടോ. നല്ല ഹെൽത്തിയായ ജ്യൂസ് അതുണ്ടല്ലോ, ഉണ്ടാക്കിയിട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട്. കുടിക്കാനും നല്ലതാണ്, ഹെൽത്തിയാണ്. നമ്മുടെ ശരീരത്തിനും പ്രമേഹമുള്ളവർക്കും എല്ലാ കൊളസ്ട്രോളുള്ളവർക്കും എല്ലാ രോഗത്തിനും പറ്റും കേട്ടോ. ഇത് വെറുതെ ചെത്തിങ്ങാണ്ട് സാലഡാക്കിയാണ്ടും കഴിക്കട്ടോ. ഞങ്ങൾ അങ്ങനെയും കഴിക്കാറുണ്ട്. കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ സാലഡ് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. പക്ഷെ ഇങ്ങനെ ജ്യൂസ് അടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കി. വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്കൊരു കുക്കുമ്പർ എടുത്തിട്ടേ, ഒരു കുക്കുമ്പർ കൊണ്ട് നമുക്ക് 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കട്ടോ. നല്ല കൊഴുപ്പുണ്ടാവും, നല്ല ഫ്രഷ് ജ്യൂസിൻ്റെ പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് നമുക്കേ ഒരു ഗ്ലാസ് പാലും അല്പം പഞ്ചസാരയും മാത്രം മതി കേട്ടോ. ഐസ് ക്യൂബ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളിയും. തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ ഐസ് ഇല്ലാതെയും അടിച്ചട്ടോ. ഐസ് ക്യൂബ് ഇടുമ്പോൾ നല്ലൊരു രസമാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ കുക്കുമ്പറൊക്കെ നന്നായി തോലൊക്കെ ചെത്തി ഞാൻ പാലെടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ നിങ്ങൾ ആവശ്യത്തിന് എടുത്തോളൂ കേട്ടോ. അധികം പാലെടുത്താലും നമുക്ക് നല്ല അധികം 2 ഗ്ലാസ് ഉണ്ടാക്കാം. കുറച്ച് പാലുള്ളെങ്കിൽ 1 ഗ്ലാസ് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ ഗേസ് ഇനി ഇതൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക. തണുത്ത പാലാകുമ്പോൾ ഒന്നുകൂടി നല്ലതാണ്. പിന്നെ ഐസിൻ്റെ കട്ട ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളി. അപ്പോൾ നല്ല തണുപ്പൊക്കെ പറ്റുന്നവരാണെങ്കിലേ. അങ്ങനെ ഗേസ് ഇനി ഇത് അടിച്ചെടുത്ത് അതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, കുടിക്കുക. ഇത്ര പണിയുള്ളൂ. നമുക്കൊന്ന് അടിച്ചാലോ? അങ്ങനെ ഗേസ് നമ്മുടെ ജ്യൂസൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം അടിഞ്ഞാൽ മതി, അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം അടിഞ്ഞാൽ മതി കേട്ടോ. ഗ്ലാസ്സിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നൊരയൊക്കെ വന്നിട്ട് കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. കുക്കുമ്പർ വീട്ടിലുണ്ടെങ്കിൽ നല്ല സാധനമാണ് കുക്കുമ്പർ. നല്ല ഈ ഒരു പഞ്ചസാര ലേശം പാലും ഇത് മാത്രം 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാൻ. അങ്ങനെ ഗേസ്, ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ച്.